തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1, വോള്യം 1 പുസ്തകം. വോള്യം 1 11-ാം ഭാഗം 2-ാം അധ്യായമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നും ആ 2-ാം അധ്യായത്തിൻ്റെ തുടർ ഭാഗങ്ങളാണ് ഇന്നും ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ച ചെയ്യുന്ന വിഷയം പ്രധാനമായിട്ടും 2 പോയിന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതിലൊന്ന്, അവതാരങ്ങൾ ലോക വ്യവഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോക വ്യവഹാരത്തിൽ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പലർക്കും സംശയമുണ്ട്. അവതാരങ്ങൾ ഈ ലോകത്തേക്ക് ഇറങ്ങി വരിക, ഈ ലോകത്ത് മനുഷ്യരനുഭവിക്കുന്ന എല്ലാ വേദനകളും, മനുഷ്യരുടെ എല്ലാ സഹനങ്ങളും പങ്കിടുക, അതൊക്കെ അതൊക്കെ സാധ്യമാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു സത്യമാണ്. അവതാരങ്ങളെക്കുറിച്ചുള്ള സംശയം വരും. ബഹുഭൂരിപക്ഷം പേർക്കും ഇങ്ങനൊരു സംശയമുണ്ട്. അതായത് പൊതുസമൂഹത്തിൽ ഈശ്വര അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതങ്ങോട്ട് ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ട് വരും. അത് അങ്ങനെ ആ ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഈശ്വര അവതാരം പൊതുസമൂഹത്തിൽ അവതരിക്കുന്നതിനെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ വചനാമൃതത്തിൽ ഭക്തന്മാരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം ശ്രീരാമകൃഷ്ണന്റെ ആശയങ്ങൾ. ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ആശയങ്ങൾ സന്യസ്ത ശിഷ്യന്മാർക്ക് ഉപദേശ രൂപേണ നൽകിയിട്ടുള്ളത്, അവരത് പ്രാക്ടീസ് ചെയ്തതാണ് ശ്രീരാമകൃഷ്ണദേവനുമായിട്ടുള്ള സഹവാസത്തിലൂടെ. അത് പിന്നീട് ലോകത്തിന് മുഴുവൻ ഗുണകരമാകുന്ന തരത്തിൽ ഈ സന്യാസ ശിഷ്യന്മാർ, സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ സന്യസ്ത ശിഷ്യന്മാർ അത് ലോകത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അങ്ങനെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം തന്നെ വളർന്നു വരികയാണ്. ഈ സാഹചര്യങ്ങളെയാണ് ഇന്നത്തെ നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. വചനാമൃതത്തിൻ്റെ പൂർണ്ണമായും വചനാമൃതത്തിനെ മാത്രം ഫോക്കസ് ചെയ്തല്ല നമ്മളിത് ചർച്ച ചെയ്യുന്നത്. വചനാമൃതത്തിലൂടെ ആ ഭാഗത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ വിശകലനങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇനി ഉള്ള ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് ഓഡിയോ മാത്രമാണ്, വീഡിയോ അല്ല. അപ്പോൾ ഓഡിയോ കേൾക്കുക. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃതം വോള്യം 1 ഭാഗം 11 2-ാം അധ്യായം മുതലാണ് കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത്. അതായത് ഭഗവാൻ എന്തെന്ത് അവസ്ഥയിലൂടെയെല്ലാം കടന്നുപോയി എന്നതിൻ്റെ ഒരു വിശകലനമായിരുന്നു. ഭഗവാന് അടിക്കടി ഉണ്ടാകുന്ന ഭാവാവേശത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. രജപുത്താനയിൽ നിന്ന് വന്ന നാരായണ ശാസ്ത്രികളുടെ അനുഭവമാണ് അതിൽ കൂടുതലായി വിവരിച്ചത്.
ഒരായുസ്സിൻ്റെ മുഴുവൻ സാധനയുടെ ഫലമായി ഒരിക്കൽ മാത്രമുണ്ടാകുന്നതാണ് തുര്യാവസ്ഥ. ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം അത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരായുസ് മുഴുവൻ, അതായത് വേദാന്തത്തിൽ പറയുന്ന പോലെ 7 തലങ്ങളിലൂടെ മനസ്സ് പടിപടിയായി ഉയർന്ന്, അങ്ങനെ ഉയർന്ന് ഒടുവിൽ എത്തുന്ന ഒരവസ്ഥയാണ് തുര്യാവസ്ഥ. അപ്പം തുര്യാവസ്ഥ എന്ന് പറയുമ്പോൾ ജീവൻ മുക്തനായി കഴിഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിരന്തരം ഒരാൾ എത്തിച്ചേരുന്നു എന്ന് നാരായണ ശാസ്ത്രികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം തന്നെ അദ്ദേഹം കണ്ടെത്തുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിക്കാനുമൊക്കെ ആയിട്ടാണ് ബംഗാളിൽ വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ഒന്നും അദ്ദേഹം കേട്ടറിവ് പോലുമില്ല, ഇങ്ങനെ ഒരു സംഭവം. സാധാരണ ഈ തുര്യാവസ്ഥയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ ഒരാൾക്ക് അടിക്കടി ഉണ്ടാകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നാൽ ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു അനുഭവം, അത് എടുക്കുന്ന സമയമാണ് നാരായണ ശാസ്ത്രികളെ സംബന്ധിച്ച് കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. അതായത് ഒരു ഞൊടിയിട കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ 7 പടികളായിട്ട് 7 ഇതിലായിട്ട് പടിപടിയായി മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം മാറിയിട്ട് ഒരു ഞൊടിയിട കൊണ്ടാണ് തുര്യാവസ്ഥയിൽ പ്രാപിക്കാൻ പറ്റുന്നത്. അതാണ് ഏറെ അത്ഭുതം ഉണ്ടാക്കിയത് നാരായണ ശാസ്ത്രികളെ സംബന്ധിച്ച്. അത് കേട്ടറിവ് പോലുമില്ല. ഒരാൾ ജീവൻ മുക്താവസ്ഥയിലെത്തിയാൽ പിന്നെ എന്തിന് ഈ ലോക വ്യവഹാരത്തിലേക്ക് മടങ്ങി വരണം? അതാണ് ചോദ്യം. നാരായണ ശാസ്ത്രികളുടെ ആ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹം കണ്ടനുഭവിച്ചതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇങ്ങനൊരു ജീവൻ മുക്ത അവസ്ഥയിൽ ഒരാൾ എത്തിയാൽ പിന്നെ ലോക വ്യവഹാരത്തിലേക്ക് മടങ്ങി വരലില്ല, വരേണ്ട ആവശ്യമില്ല, അങ്ങനെ വരില്ല. അതാ ജീവൻ മുക്ത അവസ്ഥയിൽ അങ്ങ് ആയിപ്പോവും. അലൗകികവും ആധ്യാത്മിക ശക്തി സമ്പന്നവും ദിവ്യഭാവമയവുമായ ജീവിതം ഈ നിലയിൽ ലോക വ്യവഹാരത്തിലേക്ക് മടങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനൊരു മടങ്ങിവരവ് ശ്രീരാമകൃഷ്ണദേവൻ അടിക്കടി ഉണ്ടാകുന്ന ഈ ഭാവാവസ്ഥ, സമാധിയാവസ്ഥയിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് അലൗകികമാണ്, ആധ്യാത്മിക ശക്തി സമ്പന്നമാണ്, ദിവ്യഭാവവുമാണത്. അങ്ങനെ ഒരു ജീവിതം ഈ നിലയിൽ ലോക വ്യവഹാരത്തിലേക്ക് മടങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ, അതായത് ഓരോ തവണയും ഈ തുര്യാവസ്ഥയിലേക്ക്, ഈ ജീവൻ മുക്താവസ്ഥയിലേക്ക്, ഈ ഭാവാവസ്ഥയിലേക്ക്, സമാധി അവസ്ഥയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ എത്തിച്ചേരുകയും അത് കഴിഞ്ഞ് അതേപോലെ മടങ്ങി വരികയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഭാരതീയരുടെ ഭാരതീയത്വവും സനാതനധർമ്മവും ഒപ്പത്തിനൊപ്പം ലോപിച്ച് നഷ്ടപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഭഗവാൻ തിരിച്ച് ലൗകികാവസ്ഥയിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ഒരു കാരണം. യോഗികളും ഇതുപോലുള്ള സന്യാസി വര്യന്മാരും ഒക്കെ അവരിതെല്ലാം ഈ ലോകം തന്നെ ഉപേക്ഷിച്ച് ഈ ഒരവസ്ഥയിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പിന്നെ ലോകത്തിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ അത് വീണ്ടും മടങ്ങി വന്ന് സാധാരണ നിലയിൽ ലൗകിക ജീവിതത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് മാറും. കാരണം അങ്ങനെ മാറി വന്നില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ നിലനിന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഭാരതീയരുടെ ഭാരതീയത്വവും സനാതന ധർമ്മവും രണ്ടും ലോപിച്ച് നഷ്ടപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വരാതിരിക്കാനാണ് ഇത് ഈ ഇങ്ങനെ ലോപിച്ച് നഷ്ടപ്പെടുമായിരുന്നു എന്ന് പറയുന്നത് ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ എഴുതിയ വാക്കാണത്. 2ാം ഭാഗം, ലീലാമൃതത്തിൻ്റെ 2ാം ഭാഗത്തിലാണ് അത് പറയുന്നത്.
അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ സനാതനധർമ്മമൊക്കെ ലോപിച്ച് അത് നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ ആ ധർമ്മത്തെ ഉദ്ധാനം ചെയ്യാനായിട്ടാണ് ഭഗവാൻ വീണ്ടും തിരിച്ച് ഈ ലൗകികാവസ്ഥയിലേക്ക് മടങ്ങി വരുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ഈ അവസ്ഥയെ നിർദ്ദേശിച്ചത് എന്താണെന്നറിയാം. ഇങ്ങനെ മടങ്ങി വരുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ മടങ്ങി വന്ന ശേഷം ഈ ലോകത്തോട് പറയുന്നത്, ലോകത്തോട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് തന്നെ യഥ മത് തഥ പഥ് എന്നാണ്. എത്ര മതങ്ങളുണ്ടോ അത്രയും മാർഗങ്ങൾ. ഇത് അടിക്കടി ഭഗവാൻ ഭക്തന്മാരോട് അല്ലെങ്കിൽ ഏതൊരു സത്സംഗത്തിലും ഭഗവാൻ ഇത് നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്. യഥാ മത് തഥ പഥ്. എത്ര മതങ്ങൾ ഉണ്ടായാലും ശരി, അതിൻ്റെ അത്രയും മാർഗങ്ങളുമുണ്ട്. അതായത് ഭഗവാൻ അത് പറയാൻ കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഭാരതീയമായ അവസ്ഥയിൽ തന്നെ നിരവധി മതസങ്കല്പങ്ങൾ, ലോകം മുഴുവൻ എടുക്കുകയാണെങ്കിൽ അതിലേറെ മതസങ്കല്പങ്ങൾ. അപ്പോൾ ഏത് മതം സങ്കല്പിക്കണം, അല്ലെങ്കിൽ ഏത് മതമാണ് മോക്ഷപ്രാപ്തിക്ക് ഉപയുക്തമായത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ ലോകമൊട്ടാകെ നടക്കുന്ന ഒരു സന്ദർഭം. അവിടെയാണ് മതത്തെ ഭഗവാൻ ഇങ്ങനെ നിർവചിക്കുന്നത്. ഏതൊക്കെ മതമായാലും കുഴപ്പമില്ല, അതൊക്കെ അതിന് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് വഴിയാണ്. ഭഗവാൻ അത് വളരെ ക്ലിയറായിട്ട് വളരെ സിമ്പിളായിട്ട് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു അന്ന്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എത്ര മതങ്ങളുണ്ടോ അത്രയും വഴികളുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അന്നത്തെ കാലത്ത് ആളുകൾക്കത് മനസ്സിലായിരുന്നില്ല. അതെങ്ങനെ സംഭവിക്കുമെന്നുള്ള സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. ഈ ഒരു കുളമുണ്ടെങ്കിൽ ആ കുളത്തിൻ്റെ 4 കടവിൽ പടികളുണ്ടെങ്കിൽ, അങ്ങനെ സങ്കല്പിക്കുക. കുളത്തിൻ്റെ 4 പടവുകളിൽ നിന്ന് 4 ഭാഗത്തു നിന്ന് ഇറങ്ങിയാലും ഒരേ കുളത്തിൽ തന്നെയാണ് വരുന്നത്. അത് ഒരു പടി ഇറങ്ങി വരുന്നത് മുസൽമാനാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു പടി ഇറങ്ങി വരുന്നത് ക്രിസ്ത്യാനിയാണെങ്കിൽ, വേറൊരു പടി ഇറങ്ങി വരുന്നത് ബ്രാഹ്മണനാണെങ്കിൽ, വേറൊരു പടി ഇറങ്ങി വരുന്നത് സിഖുകാരനാണെങ്കിൽ, ഏത് മതസ്ഥരായാലും ശരി, ആരൊക്കെ ഈ പടികളിലൂടെ ഇറങ്ങി വരുന്നു ഏത് വഴിയിലൂടെ ഇറങ്ങി വരുന്നു എന്നുള്ളതല്ല പ്രധാനം. മറിച്ച് ഈ 4 വഴിയിലൂടെ ഇറങ്ങി വരുന്നവരെല്ലാം ഒരേ കുളത്തിലാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഒരേ കുളത്തിലെ വെള്ളം തന്നെയാണ് അവരെല്ലാം കുടിക്കുന്നത്. ഇത്രയും സിമ്പിളായിട്ടാണ് ഭഗവാൻ മതത്തിൻ്റെ ഇത്രയും വഴികളും, ഇത്രയും മതങ്ങളുണ്ടെങ്കിൽ ഇത്രയും വഴികളും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കാണെന്ന് വ്യക്തമാക്കാൻ ഇതിൽ പരം ഒരു ലളിതമായ ഉദാഹരണം അന്നത്തെ കാലത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പോലും ആർക്കും അറിയില്ല. അവിടെയാണ് ഭഗവാൻ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഈ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചത്. കാരണം അന്നത്തെ ഒരു സന്ദർഭത്തിൽ പാശ്ചാത്യ മനോഭാവം പൂണ്ട വ്യക്തികളുടെ മുന്നിൽ വേണം പ്രവർത്തിക്കാൻ. പാശ്ചാത്യ മനോഭാവം പൂണ്ട വ്യക്തികളായിരുന്നു കൂടുതലും. പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ആളുകളുടെ എടുത്താൽ, ആ വിദ്യാസമ്പന്നരായ ആളുകളുടെ കണക്കെടുത്താൽ പാശ്ചാത്യ മനോഭാവമായിരുന്നു അവരിൽ ഭൂരിപക്ഷം ആളുകൾക്ക്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ വേണം ധർമ്മ സംസ്ഥാപനം നിർവഹിക്കാൻ. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ പാശ്ചാത്യ സംസ്കാരത്തെയും പാശ്ചാത്യ മനോഭാവത്തെയും ഉള്ളിൽ പേറുന്ന ഇന്ത്യൻ ജനത ഒരു ഭാഗത്ത്, അതോടൊപ്പം പാശ്ചാത്യരും. അവരാണല്ലോ ഭരണ മേഖലയിലുള്ളവർ, അവരാണ്. അപ്പം അവർക്കാണ് മേൽക്കോയ്മ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യക്ക്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആയി ബന്ധപ്പെട്ട വിദേശികളും വിദ്യാസമ്പന്നരായവരും പാശ്ചാത്യ മനോഭാവമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അന്നത്തെ അടിസ്ഥാനം. അതുകൊണ്ട് പാശ്ചാത്യ മനോഭാവമുള്ള വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരും ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് വേണം, അല്ലെങ്കിൽ ഇത്രയും പേരിലേക്ക് വേണം ധർമ്മ സംസ്ഥാപനം, ഭാരതീയ ധർമ്മ സംസ്ഥാപനം നടത്തേണ്ടത്. നമുക്കിന്നത് ഭാവന ചെയ്യാൻ പോലും പറ്റില്ല. ഇന്നിത് വായിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ഇത്രയും കാലത്തെ തുടർച്ചയുടെ ഭാഗമായി നമുക്കിന്ന് മനസ്സിലാകുന്നൊരു കാര്യമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇത് മനസ്സിലാകുക പോലുമില്ല. അത് മനസ്സിലാക്കത്തക്ക ഒരു സമൂഹമല്ല അന്ന് ഇന്ത്യയിലുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്താണ് ഭഗവാൻ ഈ ധർമ്മ സംസ്ഥാപനം നടത്തേണ്ടത്, അല്ലെങ്കിൽ ഭാരതീയ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്, സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് അവരോടാണ്. ഇനി ആ പാശ്ചാത്യ ദർശനങ്ങളുടെ വേലിയേറ്റമാണ് ആ കാലത്തുണ്ടായതെന്നാണ് പറയുന്നത്. ഒരു പാശ്ചാത്യ ദർശനങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഭാരതത്തിലുണ്ടായി. അതിനെയാണ് തടയിടേണ്ടത് ആദ്യം. ഭഗവാൻ അതിനെ തടയിടാനാണ് തൻ്റെ സനാതന ധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. അതേസമയം പാശ്ചാത്യരോട് ഭഗവാൻ ഇന്ത്യൻ ഭാരതീയ സംസ്കൃതി മാത്രമാണ്, അല്ലെങ്കിൽ ഭാരതീയ സനാതന ധർമ്മം മാത്രമാണ് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴി എന്നല്ല പറഞ്ഞത്. അതാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഭഗവാൻ എത്ര കൃത്യമായിട്ടാണ് അത് അവതരിപ്പിച്ചതെന്നുള്ളതാണ് ഈ സമൂഹത്തോട്. അവരോട് ഭാരതീയ ദർശനത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചെങ്കിൽ അത് അപ്പോൾ അവസാനിക്കുമായിരുന്നു, പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ അവിടെ ചെയ്തത് സനാതനധർമ്മത്തിൻ്റെ, അല്ലെങ്കിൽ ഭാരതീയ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം തന്നെ എല്ലാ മതങ്ങളെയും സമന്വയിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അതനുസരിച്ച് എല്ലാ മതദർശനങ്ങളും തുല്യമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. എല്ലാ മതദർശനങ്ങളും തുല്യമാണ്, ഒന്നിനെ എതിർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവരെ അക്സെപ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ അന്നത്തെ സോക്കോൾഡ് വിദ്യാസമ്പന്നരായ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം അവർ പിന്തുടർന്ന് വന്നതിനെ എതിർത്തില്ല. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ ബ്രഹ്മസമാജം വ്യക്തികളെയാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അവരെല്ലാം തന്നെ കേശവചന്ദ്രസേൻ ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു വലിയ ശ്രേണി തന്നെ യൂറോപ്യൻ ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, ഇംഗ്ലീഷ് സംസ്കാരത്തിൻ്റെ ഭാഗമായി പഠിച്ചു വന്ന ആൾക്കാരാണ്. അവരുടെ ചിന്താഗതികളൊക്കെ അതിനനുസരിച്ചാണ്. അവരെയാണ് ഈ ധർമ്മബോധം പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ധർമ്മബോധത്തെക്കുറിച്ച് അവരിലാണ് ബോധം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു സ്വീകാര്യത വരാൻ കാരണം അവർ വിശ്വസിച്ചിരുന്നത് തെറ്റല്ല എന്ന് ഭഗവാൻ പറഞ്ഞു. എല്ലാ മാർഗങ്ങളും ഒരേ വഴിക്ക്, പക്ഷേ എല്ലാ മാർഗങ്ങളും ഒരേ വഴിക്ക് എന്നുള്ള ആ ഒരു സർവലൗകികമായ ഒരു അവസ്ഥയെ അവർക്കത് അപരിചിതമായൊരു ഭാഗമായിരുന്നു. അവരെ സംബന്ധിച്ചിട്ട് ഏകമാർഗം അതായിരുന്നു. എല്ലാവരും ഏകമാർഗത്തെ വിശ്വസിച്ചിരുന്നവരാണ്. അപ്പോഴാണ് ബഹുവിധ മാർഗത്തെക്കുറിച്ച് ഒരാൾ പറയുന്നത്. അത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ അവരെ സഹായമായി. അവർക്ക് ബൗദ്ധികമായി വലിയ വ്യായാമം വേണ്ടി വന്നില്ല ഇതിനകത്ത്. പിന്നൊന്ന് നമ്മളിത് മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇവർ ഈ കേശവചന്ദ്രസേൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആ തുടക്കം മുതൽ, അല്ലെങ്കിൽ അന്നത്തെ ആ ഭാരതീയ, പ്രത്യേകിച്ച് ബംഗാളിൻ്റെ ഈ സംസ്കാര സമ്പന്നരെന്ന് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, എങ്ങനെയാണ് അവർ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ആ ഒരു സംസ്കാരത്തെ സ്വീകരിക്കപ്പെടാനുള്ളൊരു കാരണം നോക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ജനനവർഷം മുതൽ അത് കണക്കിലെടുക്കേണ്ടി വരും. അതായത് 1836 ഭഗവാൻ ജനിക്കുന്നത്. നോക്കൂ, ആ ജനനത്തിനൊരു പ്രസക്തി ഉണ്ടാകുകയാണ്. എന്തുകൊണ്ട്? 1835-36 ഭാരതത്തിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. 1835-36 ഇടയ്ക്കാണ് ഭാരതത്തിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. ആ വർഷം തന്നെയാണ് ഭഗവാന്റെ ജനനവും. അതാണ് എങ്ങനെയാണ് ഒരു അവതാരത്തിൻ്റെ ആ അവതാരം ഇതിന് മധ്യത്തിലേക്ക് എത്തുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു അത്ഭുതകരമായ അവസ്ഥയാണത്. അതായത് 1835 ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നതാണത്. 1835-36 ലോർഡ് വില്യം ബെൻറ്റിങ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലാണ് അദ്ദേഹം, വില്യം ബെൻറ്റിങ്. അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിരിക്കെ അദ്ദേഹമാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. അതൊരു നിയമമാക്കി മാറ്റി.
കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇന്ത്യയിൽ ഒരു നിയമമാക്കി മാറ്റി. ആദ്യമൊക്കെ അതുവരെ നിലവിലുണ്ടായിരുന്ന ഹിന്ദുക്കളുടെ പഠന പദ്ധതികളും, അതായത് സംസ്കൃതം, പിന്നീട് ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ രാജവംശം നടപ്പിലാക്കിയിരുന്ന പേർഷ്യൻ വിദ്യാഭ്യാസ പദ്ധതി, ഇത് രണ്ടിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ ഈ ഗവർണർ ജനറൽ, അതായത് ലോർഡ് വില്യം ബെൻറ്റിങ്, തൻ്റെ വിദ്യാഭ്യാസ നയം ഇവിടെ അവതരിപ്പിച്ചത്. അതുവരെ നിലനിന്നതിനെ പിന്തള്ളിക്കൊണ്ടല്ല, അതിനോട് ചേർത്ത് വച്ചു. അതായത് ഭാരതത്തിൽ നിലനിന്നിരുന്ന സംസ്കൃതവും പിന്നീട് ഇന്ത്യ ഭരിക്കാനിടയായ മുഗൾ രാജവംശം ഇംപ്ലിമെൻ്റ് ചെയ്ത പേർഷ്യൻ ഭാഷയും, ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ടാണ് വില്യം ബെൻറ്റിങ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. അതിനെ തള്ളിക്കളഞ്ഞില്ല. മാത്രമല്ല, ഈ രണ്ട് ധാരയിലുണ്ടായിരുന്ന സംസ്കൃതവും അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷകളിലും ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തു. അതായത് ആ പഠനത്തിൽ ഉൾപ്പെടുത്തി, അതിനെ ഉപേക്ഷിച്ചിട്ടല്ല, അതിനെ പഠനത്തിൽ ഉൾപ്പെടുത്തി. എന്നിട്ട് ആ നിലയിൽ വന്നതിന് ശേഷം അങ്ങനെ അപ്പോൾ ഒരു എതിർപ്പുണ്ടാകുന്നില്ല. കാര്യം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഷ കൂടെ വരുന്നുവെന്ന് മാത്രമാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് സംസ്കൃതവും പേർഷ്യൻ ഭാഷയും തന്നെയായിരുന്നു നിലനിൽക്കുന്നത്. ഇന്ത്യൻ ഭാഷകൾ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പോലെ ഇംഗ്ലീഷ് ഭാഷ കടന്നു വരികയാണ്. അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ കടന്നു വന്ന് പതിയെ അത് ഔദ്യോഗിക ഭാഷയായി സ്ഥാപിച്ചെടുക്കപ്പെട്ടു. ഔദ്യോഗിക ഭാഷയാക്കി മാറ്റി അവർ, ബ്രിട്ടീഷുകാർ, ലോർഡ് വില്യം ബെൻറ്റിങ്. പിന്നെ സംഭവിച്ചത് എന്താണ്? മെക്കാളെ പ്രഭു, തോമസ് ബാബിങ്ടൺ മെക്കാളെ, വളരെ പ്രശസ്തനായ, നമ്മുടെ ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് മറക്കാൻ പറ്റില്ല മെക്കാളെ പ്രഭുവിനെ. കാര്യം മെക്കാളെ പ്രഭു ആണ് യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കൃതിയെ ഇന്ന് നമ്മളിവിടെ ഇപ്പോൾ ഈ 2025 ഇരിക്കുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സംസ്കൃതിയെ മുഴുവൻ തച്ചുടച്ച് നാശോന്മുഖമാക്കി അതില്ലായ്മ ചെയ്തതിൻ്റെ മുഖ്യ പ്രയോക്താവാണ് മെക്കാളെ പ്രഭു. വളരെ ശക്തമായ ചടുലമായ ചില നീക്കങ്ങളാണ് അദ്ദേഹം അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഒരു ഭാഷയ്ക്ക് എത്രമാത്രം ഒരു സംസ്കാരത്തെ, ഒരു രാജ്യത്തെ, ഒരു നാടിൻ്റെ സംസ്കൃതിയെ മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ളത് മെക്കാളേക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മെക്കാളെ പ്രഭു ഒരു മെമ്മോറാണ്ടം പുറപ്പെടുവിച്ചു. എന്തായിരുന്നു ആ മെമ്മോറാണ്ടത്തിൽ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഉയർന്നത്. നോക്കൂ, നേരത്തെ ഇന്ത്യൻ ഭാഷകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വില്യം ബെൻറ്റിങ് ഇംഗ്ലീഷിനെ അതിൻ്റെ സപ്പോർട്ടീവ് ലാംഗ്വേജ് ആയിട്ട് അങ്ങ് നിർത്തിയെന്നേ ഉള്ളൂ. ഇംഗ്ലീഷും കൂടെ അങ്ങ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ സംഭവിച്ചത്, മെക്കാളെ പ്രഭു വന്നപ്പോൾ മെക്കാളെ പ്രഭു ഒറ്റയടിക്ക് മാറ്റി ഇംഗ്ലീഷാണ് ഉയർന്ന ഭാഷ, അത് ഫസ്റ്റ് ലാംഗ്വേജ് ആക്കി. ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ്. ഇപ്പോഴും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. നമുക്ക് ഈ 2025 നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ ഒരു കരിക്കുലം എടുക്കാൻ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് ഭാഷയാണ്, നമ്മുടെ ഭാഷയാണ് വരുന്നത്. മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും അത് ആലോചിച്ചില്ല. അന്ന് നമ്മളൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, അപ്പോൾ നോവൽ ഒക്കെ പഠിക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എന്നാണ് പറഞ്ഞത്. നമുക്ക് അത്രയും തോന്നിയിരുന്നില്ല. നമുക്ക് നമ്മുടെ ഭാഷയെ സെക്കൻഡ് ലാംഗ്വേജ് ആക്കി മെക്കാളെ പ്രഭു. അങ്ങനെയാണ് അദ്ദേഹം മെമ്മോറാണ്ടം പറഞ്ഞത്. അതുകൊണ്ട് അതാണ് നടപ്പിലാക്കേണ്ടതെന്ന് വെച്ചിട്ട് മെക്കാളെ പ്രഭു 1832 മുതൽ, അതായത് ഇത് 35-ലാണ്, 35-36 ശേഷമാണ് ഈ ഒരു മെമ്മോറാണ്ടം ഇവിടെ മെക്കാളെ പ്രഭു പുറപ്പെടുവിക്കുന്നത്. യഥാർത്ഥത്തിൽ
ഈ മെക്കാള പ്രഭു 1832 മുതൽ ബ്രിട്ടീഷുകാരുടെ ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളായിരുന്നു. ബോർഡ് ഓഫ് കൺട്രോൾ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഒരു പ്രധാന വ്യക്തി കൂടിയായിരുന്നു മെക്കാള പ്രഭു. മാത്രമല്ല, ഇന്ത്യയിൽ നിയമനിർമ്മാണ സഭയുടെ ചുമതല അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത് ബ്രിട്ടീഷ് രാജ്ഞി. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയെ ഒന്നാം ഭാഷയാക്കി മാറ്റിക്കൊണ്ട് നിർബന്ധിത ഭാഷയാക്കി മാറ്റി. ഇംഗ്ലീഷിലായിരിക്കും എല്ലാ ക്രയവിക്രയങ്ങളും, ഇംഗ്ലീഷിലായിരിക്കും പഠനങ്ങളെല്ലാം, ഇംഗ്ലീഷിലായിരിക്കും എല്ലാം. നമ്മുടെ ഭാരതീയ ഭാഷകളെ മുഴുവനും വേണ്ടെന്ന് വെച്ചു. അതിനവർക്ക് ന്യായങ്ങളുമുണ്ട്. കാരണം ഇന്ത്യ എല്ലായിടത്തും പലതരം ഭാഷകൾ നിലനിൽക്കുമ്പോൾ ഒരു കോമൺ ഭാഷ ഇല്ലാതെ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയ കാലത്ത് ചരിത്ര പഠനങ്ങൾ നടത്തി പുതിയ പുസ്തകങ്ങളൊക്കെ ഇറക്കുമ്പോൾ ലണ്ടനിൽ നിന്ന് തന്നെയാണ് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കത്തുകളുമെല്ലാം പുതിയതായി അവിടെ നിന്ന് കണ്ടെത്തി പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ എഴുതിയ കത്ത് എല്ലാം ഇംഗ്ലീഷിലാണ്. ഔദ്യോഗിക ഭാഷ പോലെ ഉപയോഗിച്ചിരുന്നതെല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ്. അപ്പോൾ ആ തലത്തിൽ ഇംഗ്ലീഷ് ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കുകയും പ്രഥമ ഭാഷയാക്കുകയും അതായിരിക്കണം പഠിക്കേണ്ടതിൽ ഒന്നാം സ്ഥാനത്ത് വരുത്തേണ്ടതെന്നുള്ളത് അതിൻ്റെ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്ത ആ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് മെക്കാളെ പ്രഭുവിന് ഭാരതീയ ചരിത്രത്തിലുള്ള പ്രധാന സ്ഥാനം. ഇന്നും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതിന് ഒരുപാട് ന്യായാന്യായങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയാണ്, അത് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ആളുകൾ തന്നെ വിദ്യാസമ്പന്നരായി കഴിഞ്ഞാൽ പിന്നെ മലയാളമോ അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക ഭാഷകളോ സംസാരിക്കില്ല, പിന്നെ ഇംഗ്ലീഷിലാണ് കാര്യങ്ങളെല്ലാം. അപ്പം അങ്ങനെ അന്ന് മെക്കാളെ പ്രഭു 1835 ഇംപ്ലിമെൻറ്റ് ചെയ്ത സംഗതിക്ക് തുടർച്ചയായിട്ട് അത് നിലനിന്ന് തന്നെ. അപ്പോൾ എത്ര ശക്തമായിട്ടാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടത് ഒരു ഭാഷയെ. ആ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്നൊരു ഭാഷയാണ് സംസ്കൃതം. അതിപ്പോൾ ഇല്ല, അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. പേർഷ്യൻ ഭാഷ നമ്മുടെ നാട്ടിൽ നിന്നും പിൻവാങ്ങി, പ്രയോഗത്തിലില്ലാതായി. നിലവിലില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് പഠിപ്പിക്കുന്ന മേഖലകൾ ഇപ്പോഴും ഉണ്ട്, സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷെ സംസ്കൃതം പൂർണ്ണമായിട്ടും പോയി. സംസ്കൃതം ഒരിടത്തും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഒരുപക്ഷെ ആകാശവാണിയിലെ സംസ്കൃത വാർത്ത മാത്രമായിരിക്കും അത് വരുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, അങ്ങനെയൊക്കെ വളരെ അപൂർവമായി ആ ഭാഷയെ ഉണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട ചില സങ്കേതങ്ങളുണ്ടെന്ന് മാത്രം. അതൊന്നും പ്രയോഗത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ജീവിതക്രമത്തിലോ ഒന്നും വരുന്നില്ല. അതാണ് അതിൻ്റെ അകത്തെ വലിയൊരു അവസ്ഥ. അപ്പോൾ ആ തരത്തിൽ സംസ്കൃത ഭാഷയ്ക്ക് ഉന്നമനം ഉണ്ടാകാനുള്ള പല ശ്രമങ്ങളും സർക്കാരിന് ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിനൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അത്തരം ശക്തമായ നീക്കങ്ങളൊന്നും അധികമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ചില പ്രയോറിറ്റികൾ, സംസ്കൃത ഭാഷയിൽ ബിരുദമെടുത്തവർക്ക് ചില പ്രയോറിറ്റികളൊക്കെ അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയെങ്കിലും അതൊക്കെ നിലനിൽക്കുന്നു. പക്ഷെ ഒരു പൊതുവായി ആ ഭാഷ പ്രയോഗത്തിൽ ഇല്ലാത്തൊരു ഭാഷയാണ്. അത് പൂർണ്ണമായും ഇല്ലാതായിപ്പോയി. മൃതമായ ഭാഷയാണ് ശരിക്ക് അതിപ്പോൾ. അത് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം ഭാഷയായിരുന്നു എന്ന് ഓർക്കുക. അത് ഞാനത് പറയുന്നത് മെക്കാളെ പ്രഭു എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടത്. ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം എപ്രകാരമാണ് ഭാരതീയ സനാതനധർമ്മത്തെ ജനങ്ങളിലെത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടായതെന്ന് നമ്മൾ വിശകലനം ചെയ്യാം. ഇങ്ങനെ ഒരു സാഹചര്യം 1835 മുതൽ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ 36 ഭഗവാൻ ജനിക്കുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 55 ആയപ്പോഴേക്കും, 53, 54, 55 ആയപ്പോഴേക്കും കൽക്കട്ടയിലേക്ക് എത്തുന്നു. പിന്നെ അവതാരോദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഭൂമിയിൽ ഭഗവാന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ആരംഭിക്കുമ്പോഴുണ്ടാകുന്ന ആ അവസ്ഥയെക്കൂടി കൂടെ നമ്മൾ ആലോചിക്കണം. ഈ ഇംപ്ലിമെൻ്റ് ചെയ്ത വളരെ ശക്തമായി നടപ്പിലാക്കിയ ആ ഇംഗ്ലീഷ് ഭാഷയുടെ
സ്വാധീനത്തിൽപ്പെട്ട ഒരു വലിയ സമൂഹത്തിൻ്റെ അടുത്തേക്കാണ് മലയാളികൾ ഇന്ത്യക്കാരായ ആളുകളുടെ അടുത്തേക്കാണ് ഭാരതീയ സനാതന ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാന് സംസാരിക്കാനുള്ളത്. അങ്ങനെ സംസാരിക്കാൻ തയ്യാറായി വന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഭാഷയെ അറിയില്ല, മാത്രമല്ല ഗ്രാമീണ ഭാഷ മാത്രമേ അറിയുള്ളൂ. ബംഗാളിയിലെ ഗ്രാമീണ ഭാഷ മാത്രം സംസാരിക്കുന്ന, അത് കൽക്കട്ടയിൽ പോലും ആ ഭാഷ സംസാരിക്കുന്നില്ല. ആ ബംഗാള ഭാഷ കൽക്കട്ടയിൽ പോലും സംസാരിക്കുന്നില്ല. വളരെ റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ മാത്രം സംസാരിക്കുന്ന ആ ഗ്രാമീണ ഭാഷ ഉപയോഗിച്ച് വേണം ഭഗവാന് കൽക്കട്ട പോലുള്ള ആ നഗരത്തിൽ വന്ന് ഈ സമുന്നത വിദ്യാഭ്യാസം നേടി നടക്കുന്ന ആളുകളുടെ ഇടയിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ മാനുഷികമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒരു സാധാരണ മാനുഷിക അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഇതിനെ വിശകലനം ചെയ്താൽ നമുക്കിത് മനസ്സിലാവില്ല ശരിക്കും. എന്തായിരിക്കും അന്ന് നമ്മളതൊന്നൊന്ന്, നമുക്കതിനുള്ള ശക്തിയില്ല, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നത്തെ ആ അവസ്ഥയിൽ എന്താണ് ആ ബംഗാളിൽ സംഭവിച്ചിരിക്കുക? സ്വന്തം ഭാഷ പോലും പുറത്ത് പറയാൻ നിവൃത്തിയില്ലാത്തൊരു, ബംഗാളികൾക്ക് ബംഗാളി ഭാഷ പോലും പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ, കേൾക്കാൻ ആരും വരില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ള ഒരു നാട്ടിൽ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഭഗവാൻ ഇത് അവതരിപ്പിച്ചത് എന്നുള്ളതാണ്, അതാണ് ഈ ഭഗവത് ലീലയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് കാണേണ്ടത്. ലോകത്തെ ആധ്യാത്മിക ചരിത്രം അവതാരങ്ങളുടെ ചരിത്രം കൂടിയാണ്. ലോകത്തെ ആധ്യാത്മിക ചരിത്രം എന്ന് പറയുന്നത് അവതാരങ്ങളുടെ ചരിത്രം കൂടിയാണ്. ബ്രഹ്മജ്ഞാനാവസ്ഥയുടെ ആ അംശിക ചിത്രം നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാവുന്ന, അങ്ങനെ നമുക്ക് സങ്കല്പിക്കാവുന്ന ആയിരിക്കാം, പക്ഷെ ഒരു പരിധി വരെ അങ്ങനെ നമുക്ക് സങ്കല്പിച്ച് നോക്കാം. ഒന്ന്, ഈ ബ്രഹ്മജ്ഞാനാവസ്ഥ, ആ കാലഘട്ടത്തിലുണ്ടാകുന്ന ഈ ബ്രഹ്മജ്ഞാനാവസ്ഥയുടെ ഒരു ചിത്രം നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, സങ്കല്പിച്ച് നോക്കാൻ പറ്റും. അതൊരു പരിധി വരെ മാത്രമേ പറ്റൂ. എന്നാൽ എന്ത് മനോഭാവത്തോടെ എന്തുദ്ദേശിച്ച് കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നത് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. എന്താണ് ഭഗവാൻ, എന്ത് മനോഭാവത്തോടു കൂടിയാണ് ഇതെല്ലാം അനുഷ്ഠിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. അതായത് നമ്മുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അതിനെ ഒന്നും വിശകലനം ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മൾ തോറ്റ് പിന്മാറും. അതാണ് അവസ്ഥ. അതാണ് യഥാർത്ഥത്തിൽ ഈ അവതാര ലീലയെ സമീപിക്കുമ്പോൾ സാധാരണക്കാരായ നമുക്ക് സംഭവിക്കുന്നത്. അതായത് ഇവിടെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. ഈ പറഞ്ഞ സാഹചര്യം വെച്ച് നമ്മളൊന്ന് സങ്കല്പിക്കുക, ലോകം ഭരിക്കാൻ പര്യാപ്തമായൊരു വൻ ശക്തി ഒരു പദ്ധതി ആവിഷ്കരിക്കുക. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവർ ലോകം ഭരിക്കുന്നവരാണ്. സൂര്യൻ അസ്തമിക്കാത്ത നാടിൻ്റെ അവകാശികളാണവർ എന്നാണ് അവരെ വിശേഷിപ്പിക്കുക. അപ്പോൾ ലോകം ഭരിക്കാൻ പര്യാപ്തമായ ഒരു ശക്തി ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിലെത്തി അവർ അവരുടെ പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നു. അതേസമയം ഒരു ഭാരതീയ ഗ്രാമത്തിൽ ആധ്യാത്മികതയുടെ ഉറവിടം രൂപമാർജിച്ച് ഉദയം ചെയ്യുന്നു. ഇത് സാധാരണ ബുദ്ധി കൊണ്ട് എങ്ങനെ വിശകലനം ചെയ്യാൻ പറ്റും? ഒരു ഭാഗത്ത് കാണേണ്ടത് ലോകം ഭരിക്കുന്നവരാണ്, അവരവരുടെ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു ഗ്രാമീണ തലത്തിൽ ഒരു ജന്മം, അതായത് ഒരു ജന്മമുണ്ടാകുന്നു. ആധ്യാത്മികതയുടെ ഒരു ഉറവിടം ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നു ഒരു ഗ്രാമീണ തലത്തിൽ. ഈ പൊട്ടിമുളച്ച ആ ഉറവിടത്തിന് മത്സരിക്കേണ്ടത് ലോകാധികാരികളോടാണ്. നമ്മൾ എങ്ങനെ വിശകലനം ചെയ്താലും നമുക്കിതിൻ്റെ ആ അർത്ഥത്തിലേക്ക് എത്താൻ പറ്റില്ല. അത്രമേൽ അഗാധമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ പ്രവർത്തനങ്ങളുടെ ചർച്ച നടത്തുക എന്നത് ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ഫലം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു.
അതിൻ്റെ ഫലം കണ്ടിട്ട് പിന്നീട് ബോധ്യപ്പെട്ടു. പക്ഷെ അത് ബോധ്യപ്പെട്ടത്, അതായത് കമാർപുക്കൂറിൽ ഉദയം ചെയ്ത ആ ആധ്യാത്മിക ഉറവിടത്തിൻ്റെ പ്രവർത്തനം ഈ ലോക ഭരണക്രമത്തിനെതിരെ, അല്ലെങ്കിൽ ആ ലോക ഭരണക്രമത്തെ പോലും മാറ്റിമറിച്ചുകൊണ്ട് ഭാരതത്തിൽ സനാതനധർമ്മം സ്ഥാപിച്ച ആ അവസ്ഥ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്കല്ല കൂടുതലും അത് മനസ്സിലാവുക. അവരിത് എത്രമാത്രം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതിനും, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ള അതിൻ്റെ പരിണത ഫലം എന്താണെന്നും അറിയാൻ മാത്രം അവരുടെ ആരുടെ ആയുസ് നീണ്ടു നിന്നിട്ടില്ല. കാരണം എല്ലാവരും 50, 55, 60 മുമ്പ് എല്ലാവരും പിരിഞ്ഞുപോയി, എല്ലാവരും ഇല്ലാതായി. അല്ലെങ്കിൽ അന്നത്തെ ആയുസിൻ്റെ ഫലം അത്രയേ ഉള്ളൂ, പൊതുസമൂഹത്തെ മൊത്തം എടുത്താൽ പോലും. പക്ഷെ അങ്ങനെ ഒരു ഉദയം ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇപ്പോൾ നമ്മളാണ്. ഏതാണ്ട് 100-150 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ആളുകളായ നമ്മളിലാണ് അതിൻ്റെ അനുഭവം, ആ ഉദയം ചെയ്തതിൻ്റെ, കമാർപുക്കൂറിൽ ഉദയം ചെയ്ത ആധ്യാത്മിക പ്രഭാവത്തിൻ്റെ ശക്തി എന്തായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് നമുക്ക് മാത്രമാണ്, അന്നുള്ളവർക്കല്ല. അന്നുള്ളവർ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്നു എന്ന് മാത്രം. അതിൻ്റെ പരിണത ഫലം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. കാര്യം അവർക്ക് അതിനകത്ത് ആയുസ് കിട്ടില്ല. പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞ് നമ്മളാണ് ആ ശക്തിവിശേഷത്തെ അനുഭവിക്കുന്നത്. തിരിച്ചറിയല്ല, അനുഭവിക്കുന്നത്. അതാണ് അതിനകത്തെ വ്യത്യാസം. ഭഗവാന്റെ അവതാര ലക്ഷ്യം ധർമ്മ സംസ്ഥാപനാർത്ഥമാണെങ്കിലും അതിൽ ഈ ഭഗവാന്റെ ഈ അവതാര ലക്ഷ്യത്തെ അതൊരു ധർമ്മ സംസ്ഥാപനാർത്ഥം എന്നുള്ളതിന് സംശയമില്ല. ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. വീണ്ടും വീണ്ടും അതാത് സമയങ്ങളിൽ ഭഗവാൻ അവതരിക്കുന്നു, ധർമ്മം സംസ്ഥാപനം നടത്തുന്നു എന്ന് പറയുന്നത് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരവും അതേ ധർമ്മ സംസ്ഥാപനം തന്നെയാണ് നിർവഹിച്ചത്. പക്ഷേ ഇത് ഭഗവാന്റെ ആ ജീവിത കാലഘട്ടത്തിൽ ഒറ്റയടിക്ക് സംഭവിച്ചതല്ല. ഇതിനെ ഒരു 7 തലങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്ന് ലീലാമൃതത്തിൽ അതിനെ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. 7 തലങ്ങളായിട്ടാണ് ഇതിനെ വിഭജിച്ചുകൊണ്ട് ഇത് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ തലമായിട്ട് അതിൽ വിവരിച്ചിരിക്കുന്നത് ശാരദാദേവിയുടെ ആധ്യാത്മിക ജീവിതം അസാധാരണമായ വിധം വാർത്തെടുത്ത് മാതൃദേവി സങ്കല്പത്തിലേക്ക് ഉയർത്തി ആധ്യാത്മിക ശക്തി എല്ലാവരിലും പ്രവഹിക്കത്തക്ക വിധം ശക്തി കേന്ദ്രമാക്കി മാറ്റി ശാരദാദേവി. അപ്പം ശാരദാദേവിയെ സ്വന്തം ഭാര്യയെ തന്നെയാണ് ആദ്യം. ശാരദാദേവിയാണ് ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അസാധാരണമായ വിധം ദേവിയിലാണ് ഈ ശക്തിയെ വാർത്തെടുത്തത്. ഭഗവാന്റെ ആദ്യത്തെ ശ്രമം അതാണ്. 1873 അത് സംഭവിക്കുന്നത്. അപ്പോൾ 73 കൃത്യമായിട്ട് നമുക്ക് പറയാമെങ്കിൽ ഭഗവാൻ ഇതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1873 എന്ന് പറയാം. അത് ഇപ്പോൾ നമ്മൾ ഈ വായിച്ച ഈ 11-ാം അധ്യായം നമ്മളിവിടെ ഇപ്പോൾ വായിക്കുന്ന ഭാഗം ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ നമ്മളിപ്പോൾ വായിക്കുന്നത് ഈ ഭാഗം 11 ആരംഭിക്കുന്നത് ഒരു ഫലഹാരിണി കാളി പൂജാ ദിവസത്തിലാണ്. ഇപ്പോൾ ഈ 11-ാം അധ്യായം നമ്മളിപ്പോൾ നോക്കുന്ന ഈ 11-ാം അധ്യായം ആരംഭിക്കുന്നത് നമ്മൾ കണ്ടു. അന്ന് ഫലഹാരിണി കാളി പൂജാ ദിവസം ത്രൈലോക്യൻ ഒക്കെ വന്ന് അതാണ് നമ്മൾ 2-3 ആഴ്ച മുമ്പ് ആ ഭാഗമാണ് പറഞ്ഞത്. ഇതിൻ്റെ തുടക്കം 1873 ഇതേ ഫലഹാരിണി കാളി പൂജ ദിവസമാണ് ശ്രീരാമകൃഷ്ണദേവൻ ജഗദംബയെ പൂജിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത്. ഇതേ ദിവസം 73 ഇതേ ദിവസം, ഇതിപ്പോൾ 83 അപ്പോൾ 10 കൊല്ലം മുമ്പ് ഇതേ ദിവസം ശ്രീരാമകൃഷ്ണദേവൻ ജഗദംബയെ പൂജിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതാണ്. ശാരദാദേവിയെ ആധ്യാത്മിക ജീവിതം അസാധാരണമായി വാർത്തെടുത്തത് എങ്ങനെയെന്ന് പറയുന്ന ഭാഗമാണത്. എങ്ങനെയായിരുന്നു അത് നടത്തിയതെന്നാണ്. അതാണ് ഈ 73 ഫലഹാരിണി ദിവസത്തിൽ ഭഗവാൻ ജഗദംബയെ പൂജിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. പക്ഷേ പൂജ കാളിക്ഷേത്രത്തിലായിരുന്നില്ല. നമ്മളെല്ലാവരും അത് വായിച്ചിട്ടുണ്ട്. ആരെയും അറിയിക്കാതെ സ്വന്തം മുറിയിലായിരുന്നു. രാത്രി 9 മണിക്ക്
നേരത്തെ ശാരദാദേവിയോട് ഭഗവാൻ പറഞ്ഞിരുന്നു പൂജ കൊണ്ട് വരണം. അങ്ങനെ ദേവിയും മുറിയിലുണ്ടായിരുന്നു. ഭഗവാനും ദേവിയും മാത്രമേ ഉള്ളൂ, ശാരദാദേവിയും മാത്രം. എന്നിട്ട് ഭഗവാൻ ശാരദാദേവിയോട് പറഞ്ഞു ജഗദമ്പയ്ക്കായി ഒരുക്കിയ ആ പീഠത്തിലേക്ക് ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെയാണ് ഷോഡശി പൂജയുടെ ആ ഭാഗം നമ്മൾ വായിച്ചറിഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്ന, നല്ലോണം അറിയാവുന്നൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഈ ഷോഡശി പൂജ പൂർണ്ണമായതോടുകൂടി ഭഗവാന്റെ സാധനാനുഷ്ഠാനം സമ്പൂർണ്ണമാവുകയാണ്. അതായത് കഴിഞ്ഞ 12 കൊല്ലം നടത്തിയ വിവിധ സാധനകളുടെ പരിസമാപ്തി കൂടിയായിരുന്നു ഈ ഫലഹാരിണി കാളി പൂജാ ദിവസം രാത്രി നടന്നത്. അതാണ് ആ ഫലഹാരിണി കാളി ദിവസത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ 11-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പ്രത്യേകതയും അതാണ്. അപ്പം അവിടെ ഈ ദിവസമാണ് ഭഗവാന്റെ, അതായത് 73 ഈ ദിവസമാണ് ഭഗവാൻ അതുവരെ കഴിഞ്ഞ 12 കൊല്ലം നടത്തിയ വിവിധ സാധനകൾ സമാപനം കുറിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ 7 തട്ടുകളിലായി ഭഗവാൻ ഈ സനാതനധർമ്മത്തെ പുനരാവിഷ്കരിക്കാൻ, സനാതനധർമ്മത്തെ ഉയർത്താൻ ഭഗവാൻ 7 ഘട്ടങ്ങളായിട്ടാണ് പ്രവർത്തനം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. ആ 7 ഘട്ടങ്ങളിൽ 1-ാം ഘട്ടം ശാരദാദേവിയെ തന്നെ ആധ്യാത്മിക ശക്തി എല്ലാവരിലും പ്രവഹിക്കാൻ വേണ്ടി ഒരു ശക്തി കേന്ദ്രമാക്കി ശാരദാദേവിയാണ് ആദ്യം മാറ്റിയത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 2-ാമത്തെ സ്റ്റെപ്പാണ് കൽക്കത്തയിലെ മഹാനഗരത്തിലെ മതപരമായ കാര്യങ്ങളിലെ നേതാക്കന്മാരെ നേരിൽ കാണാൻ തീരുമാനിക്കുന്നത്. ഇത് ഭഗവാന്റെ ചരിത്രം തന്നെ, ഭഗവത് ലീലയെ തന്നെയാണ് 7 ഭാഗങ്ങളായിട്ട് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. ഇപ്പം 2-ാം ഘട്ടം, അപ്പോൾ 73-ലാണ് ഈ ഷോഡശി പൂജയുടെ ഇത് നടക്കുന്നത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് 1875-ലാണ് കൽക്കത്തയിലെ മഹാനഗരത്തിലെ മതപരമായ കാര്യങ്ങളിലെ നേതാക്കന്മാരെ നേരിൽ കാണാനും തൻ്റെ ആധ്യാത്മിക ശക്തി അവരിലേക്ക് പ്രവഹിക്കാനും ശ്രമിച്ചു. അപ്പോൾ ആദ്യം ശാരദാദേവി, 2-ാമത് മതനേതാക്കൾ, പ്രധാനമായിട്ടും അത് കേശവചന്ദ്രസേൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. ബൾഗേറിയയിലെ ജയഗോപാല സെന്നിൻ്റെ ഉദ്യാനഗൃഹത്തിലേക്ക് ഭഗവാൻ ചെല്ലുന്നത്, ഹൃദയനോത്ത് ചെല്ലുന്നത്, കേശവചന്ദ്രസേൻ ആദ്യമായി കാണുന്ന ദിവസം. ഹൃദയൻ നമ്മൾ പലതവണ അത് ആവർത്തിച്ച് പറഞ്ഞാണ്. ഭഗവാൻ ബൾഗേറിയയിലെ ജയഗോപാൽ സെന്നിൻ്റെ ഉദ്യാനഗൃഹത്തിലേക്ക് ചെല്ലുന്നത്. ഭഗവാൻ ഇത്രയേ ആദ്യം അവരോട് ചോദിച്ചു, കേശവചന്ദ്രസേനോട് ചോദിച്ചുള്ളൂ. ഇനി അതാണ് അടുത്ത ഈ മതപരമായ കാര്യങ്ങളിലുള്ള നേതാക്കളെയാണ് ഭഗവാൻ കാണാൻ ഇറങ്ങിയിരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരോട് ആദ്യമായി ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഭഗവാൻ ചോദിച്ചത്. എന്താണ്? നിങ്ങൾ ഈശ്വര ദർശനം നടത്തിയവരാണ് അല്ലേ? നടത്തിയിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത്, നിങ്ങൾ ഈശ്വര ദർശനം നടത്തിയവരാണ് അല്ലേ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ നടത്തിയിട്ടുണ്ട്, അപ്പം അങ്ങനെയുള്ളവരല്ലേ എന്നാണ് ചോദിച്ചത്. ആ ദർശനം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാണ് ആദ്യമായി കേശവചന്ദ്രസേൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പം പാശ്ചാത്യ സംസ്കാരത്തിൽപ്പെട്ട കേശവചന്ദ്രസേന് ശ്രീരാമകൃഷ്ണദേവൻ്റെ സംസർഗമുണ്ടായി തുടങ്ങുന്ന അവിടം മുതലാണ്. അതേ അപ്പം പാശ്ചാത്യ സംസ്കാരത്തിലാണ് ഈ 75 വരെ 75-ലും എല്ലാം ബംഗാളിൻ്റെ പ്രധാനമായ ഒരു അവസ്ഥാവിശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ 1835-ൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആ പരിണിത ഫലം ഈ 1875-ലും തുടർന്നു പോരുകയാണ്. അതങ്ങ് ശക്തി ആർജിച്ചു കഴിഞ്ഞ സന്ദർഭം. അപ്പം അവിടെയാണ് ആ പാശ്ചാത്യ സംസ്കാരത്തിൽപ്പെട്ട കേശവചന്ദ്രസേനാണ് ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ സ്വന്തം ആളാക്കി മാറ്റുന്നത്. അവസാനം ശ്രീരാമകൃഷ്ണദേവനെ കാണുമ്പോഴെല്ലാം കേശവചന്ദ്രസേനൻ പറഞ്ഞുകൊണ്ടിരുന്നത് ജയ് വിധാനേർ ജയ എന്ന് പറഞ്ഞാണ് കാലിൽ നമസ്കരിച്ചുകൊണ്ട്, ജയ് വിധാനേർ ജയ. അപ്പോൾ ആ പേരിൽ തന്നെയാണ് പിന്നീട് കേശവചന്ദ്രസേനൻ ബ്രഹ്മസമാജത്തിൻ്റെ പിരിവുകൾ വന്ന് ആ പേരിൽ തന്നെയാണ് പുതിയ ബ്രഹ്മസമാജം സൃഷ്ടിച്ചതൊക്കെ ആ പേരിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേനൻ, അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉന്നതനായ വക്താവ് ശ്രീരാമകൃഷ്ണദേവൻ്റെ കാൽക്കൽ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഘട്ടത്തിലേക്ക് പതുക്കെ അടുക്കുന്നത്? എങ്ങനെ? സാമാന്യ ബുദ്ധിക്ക് നമുക്ക് വഴങ്ങാത്ത ഒരു വിഷയമാണിത്. അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ ആ സനാതന ധർമ്മത്തെ പതുക്കെ
പാശ്ചാത്യമായി ഇവിടെ ആധിപത്യം സ്ഥാപിച്ച ഒരു സംസ്കാരത്തെ തുടച്ചു നീക്കാനായിട്ട് ഭഗവാന്റെ ശ്രമം നടന്നതിൻ്റെ ആ ഘട്ടം, രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടം വരുമ്പോഴോ ദക്ഷിണേശ്വരത്ത് വന്ന എല്ലാവരെയും, അതായത് എല്ലാ സമ്പ്രദായക്കാരെയും ആധ്യാത്മികതയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാനുണ്ടായത്. ദക്ഷിണേശ്വരത്ത് വരുന്ന എല്ലാവരെയും അങ്ങനെ നയിക്കുകയാണ് ചെയ്തത്. നാലാമത്, ഞാൻ ഇനിയുള്ളത് പെട്ടെന്ന് പറയാം, കാര്യം നമുക്കിനി സമയം ഇന്നത്തെ ദിവസം കൊണ്ട് ഇത് പെട്ടെന്ന് തീർക്കണ്ടേ. അല്ല, ഇതിൽ തന്നെ നിന്നാൽ എന്തോരും എത്ര പറഞ്ഞാലും ഇത് തീരില്ല, അങ്ങനെ നീണ്ടു പോകും. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് യോഗദൃഷ്ടി കൊണ്ട് അദ്ദേഹം മുമ്പ് കണ്ടിട്ടുള്ള വ്യക്തികൾ തൻ്റെ സമീപം വരുന്നത് കണ്ടു. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പല ഘട്ടത്തിലും വായിച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇപ്പം മൂന്നാമത്തെ ഘട്ടത്തിൽ ആളുകൾ വന്നുകൊണ്ടിരുന്നു. നാലാമത്തെ ഘട്ടത്തിലാണ് അദ്ദേഹം യോഗദൃഷ്ടി കൊണ്ട് ഓരോരുത്തരെയായിട്ട്, നിങ്ങളെ പണ്ട് ഞാൻ മുൻപ് കണ്ടിട്ടുള്ള പലരെയും ഗൗരാംഗൻ്റെ ആ സംഗീത ഘോഷയാത്രയിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ യോഗദൃഷ്ടി കൊണ്ട് അദ്ദേഹം മുമ്പ് കണ്ടിട്ടുള്ള ഓരോ വ്യക്തികളെയും തൻ്റെ സമീപം വരുന്നത് കണ്ടു. അവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു ഭഗവാൻ. അവരെ അധികാരഭേദമനുസരിച്ച് ഓരോ ശ്രേണിയിൽപ്പെടുത്തി. അങ്ങനെയാണ് ഈ വന്നവരെല്ലാം മുൻപ് ഭഗവാൻ കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ. ഈ അവതാരത്തിൻ്റെ മുൻകാലങ്ങളിലെല്ലാം ഇവരൊക്കെ ആ പാർഷദന്മാരായിട്ട് ഉണ്ടായിരുന്നവരാണ് പലരും. അപ്പം പിന്നീട് വന്നപ്പോൾ ഇവരൊക്കെ പല രൂപത്തിൽ ജന്മമെടുത്ത് വന്നിരിക്കുകയാണ്. അവരെയൊക്കെ അവരുടെ അധികാരഭേദമനുസരിച്ച് ഓരോരോ ശ്രേണിയിലേക്ക് പെടുത്തി. അങ്ങനെ അവരുടെ ആധ്യാത്മിക ജീവിതം കെട്ടിപ്പടുക്കാൻ അവരെ സഹായിച്ചു. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ അല്ല സ്വീകരിച്ചത്. ഈ ആളുകളെയെല്ലാം വിവിധ അവരുടെ അധികാരഭേദമനുസരിച്ച്, അവർ ഓരോരുത്തരുടെയും അധികാരഭേദമനുസരിച്ച് ഓരോ തലത്തിലാക്കി. പിന്നെയോ ഈ വന്നവരിൽ തന്നെ, അത് 5ാം ഘട്ടമാണ്, ഈ വന്നവരിൽ തന്നെ ചിലരെ സർവസ്വം ത്യജിക്കുന്നവരാക്കി മാറ്റി. നരേന്ദ്രനെ പോലെ അവർക്ക് വ്രതദീക്ഷ സ്വീകരിക്കാൻ പര്യാപ്തമായവരാക്കി അവരെ മാറ്റി. അതാണ് സന്യസ്ത ശിഷ്യന്മാരായി മാറിയത്. ഇവരാണ് ഈ 5ാം ഘട്ടത്തിൽ വന്നവരാണ്, അല്ലെങ്കിൽ 5ാം ഘട്ടത്തിലെ പ്രവർത്തനം കൊണ്ട് മാറ്റമുണ്ടായവരാണ് പിന്നീട് ലോകത്ത് ഭഗവാന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തയ്യാറായത്. ഇനിയാണ് 6ാം ഘട്ടം. 6ാം ഘട്ടത്തിൽ കണ്ടത് എന്താണ്? കൽക്കത്തയിലെ ഗൃഹസ്ഥ ഭക്തന്മാരുടെ വീടുകളിലേക്ക് ഭഗവാൻ പോകാൻ തുടങ്ങി. എന്നിട്ട് അവരുമായിട്ട് ആധ്യാത്മിക വിഷയം സംസാരിക്കുന്നു, കീർത്തനം ചൊല്ലുന്നു. കുടുംബത്തിലുള്ളവരെ മാത്രമല്ല, ഈ സത്സംഗങ്ങൾ, ഉത്സവം നടക്കുമ്പോൾ, ഒരു വീട്ടിൽ ഉത്സവം നടക്കുമ്പോൾ അയൽവക്കത്തുള്ളവരും വരികയാണ്. അപ്പോൾ വീട്ടുകാരെയും, ഈ ഭക്തന്മാരെ മാത്രമല്ല, ഭക്തൻ്റെ വീട്ടുകാരെയും പിന്നെ അയൽക്കാരെയും കൂടി ആധ്യാത്മിക ബോധമുള്ളവരാക്കി മാറ്റി. 7ാമത്തെ ഘട്ടത്തിലാണ് ഭക്തന്മാരെ ഭഗവാൻ തൻ്റെ പ്രേമബന്ധത്തിൽ കൂട്ടിപ്പിടിച്ച് അത്ഭുതകരമായൊരു ഐക്യം സൃഷ്ടിച്ചത്. അതാണ് ക്രമേണ ഒരു മതസംഘടനയായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ലോകം വ്യാപിച്ചത്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം. ഇതിൽ ശാരദാനന്ദ സ്വാമികൾ ഇതിനകത്തൊരു അടിക്കുറിപ്പ് പറയുന്നുണ്ട്. ഈ 7 ഘട്ടങ്ങളെ, നമ്മൾ ഈ വിവരിച്ച 7 ഘട്ടങ്ങളെക്കുറിച്ച് ശാരദാനന്ദ സ്വാമികൾ പറയുന്ന ഒരു അടിക്കുറിപ്പുണ്ട്. അതായത് ഇതിൽ പറഞ്ഞ 5ഉം 7ഉം ഭാഗങ്ങൾ രേഖയായി പൂർണ്ണമായി എഴുതാൻ പറ്റൂല. 5ഉം 7ഉം ഏതാണ്? വന്നവരിൽ ചിലരെ വ്രതദീക്ഷ സ്വീകരിക്കാൻ പര്യാപ്തമായ സന്യാസിമാരാക്കിയതും, അതുപോലെ 5ഉം 7ഉമാണ്. 7ാമത്തത് ശ്രീരാമകൃഷ്ണ സംഘത്തിൻ്റെ വളർച്ച, അതാണ് 7ാമത്തത്. അപ്പോൾ 5ഉം 7ഉം സന്യാസിമാരായി വരുന്നവരും ശ്രീരാമകൃഷ്ണ സംഘത്തിൻ്റെ വളർച്ചയും. ഇത് രണ്ടിനും അവസാനമില്ല, അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ 7 ഘട്ടങ്ങളിൽ 5ഉം 7ഉം ഒഴികെയുള്ളത് ഭഗവാന്റെ കർമ്മ പദ്ധതികളുടെ അവതാര ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു. അത് അവിടെ അടിവരയിട്ട് നിർത്താം. പക്ഷെ 5ഉം 7ഉം ഇനിയും കണ്ടിന്യൂ ചെയ്യുക. ഈ ലോകമുള്ളിടത്തോളം കാലം, മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഈ ഭാഗത്ത് നമ്മൾ ഈ 11ാം ഭാഗത്തിൽ 2ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ സൂചിപ്പിക്കുന്ന ആ എന്തെന്ത് അനുഭവങ്ങളിലൂടെയാണ്
താൻ കടന്നുപോയത് എന്ന് ഒരു വാക്കിൽ സൂചിപ്പിക്കുന്നെങ്കിലും അത് ആ പറഞ്ഞ ഒരു വാക്കിനുള്ളിൽ അവതാര ലക്ഷ്യത്തിൻ്റെ മുഴുവൻ ചരിത്രവും അതിനകത്തുണ്ട്. അതുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമാകുന്നത്, പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഈ 5-ാം ഭാഗത്തിൻ ഈ 11-ാം ഭാഗം പിന്നീട് 12-ാം ഭാഗം വരെയുള്ള അധ്യായങ്ങൾ, 12 വരെയുള്ള അധ്യായങ്ങൾ, തുടർന്നുള്ള അധ്യായങ്ങൾ എടുത്താലും ഭഗവാൻ ഈ പറഞ്ഞ, അതായത് ഇതിനകത്ത് പറഞ്ഞല്ലോ കൽക്കട്ടയിലെ 6-ാം ഘട്ടമായി ചെയ്ത 6-ാം തലത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. അതായത് കൽക്കത്തയിലെ ഗൃഹസ്ഥ ഭക്തന്മാരുടെ വീടുകളിലും അല്ലെങ്കിൽ ഗൃഹസ്ഥ ഭക്തന്മാർ ഭഗവാനെ കാണാൻ വരുന്നതുമായിട്ടുള്ള ആ ഒരു ഇൻ്ററാക്ഷൻസ് അതാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒരു നല്ല വിപുലമായ വിശദീകരണമാണ് ഈ 11-ാം ഭാഗത്തിൽ 2-ാം അധ്യായത്തെ തുടർന്ന് 3-ാം അധ്യായം മുതൽ 12-ാം ഭാഗം തുടങ്ങുന്നത് വരെയുള്ള ഭാഗം, അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രവും നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ആ അത്രയും ഭാഗത്ത് എന്തൊക്കെയാണ് ഭഗവാന്റെ പ്രവർത്തനങ്ങളെന്ന് നമുക്ക് നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ. നമസ്തേ. അതെ അതെ അതെ. നമ്മളിത് ഇത്രയും അറിഞ്ഞ് വായിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ അത്ഭുതം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നാമം ജപിക്കാം. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ.